തണുത്തുറഞ്ഞ ശിശിരകാലത്തിന് ഇലപൊഴിഞ്ഞ മരങ്ങളെ മാത്രമല്ല, മനുഷ്യരുടെ മനസ്സുകളെയും മരവിപ്പിക്കാൻ കഴിയും. ഏകാന്തതയുടെ വലിയൊരു മഞ്ഞുപാളി ഹൃദയത്തെ മൂടുമ്പോൾ അവിടെ ഒരു ചെറിയ കനൽത്തരി തേടി മനുഷ്യരലയും. ആ കനൽ ചിലപ്പോൾ കുളിരു പകരും, മറ്റു ചിലപ്പോൾ അത് പടർന്നു പിടിച്ച് ജീവിതം മുഴുവൻ ചുട്ടരിക്കും. സ്നേഹത്തിനും സാന്ത്വനത്തിനുമായി ഏതറ്റം വരെയും സഞ്ചരിക്കാൻ തയ്യാറായ, ഒടുവിൽ ധാർമ്മികതയുടെ അതിരുകൾ ലംഘിച്ച് ദുരന്തത്തിലേക്ക് വീണുപോയ ഒരു സ്ത്രീയുടെ ജീവിതയാത്രയാണിത്. ശിശിരത്തിലെ കനൽ. എറണാകുളം ജില്ലാ കോടതിയുടെ നീളൻ വരാന്തയിൽ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലും ചിത്ര തനിച്ചായിരുന്നു. അവിടെയുള്ള ശബ്ദകോലാഹലങ്ങളൊന്നും ആ 50കാരിയുടെ കാതുകളിലെത്തിയിരുന്നില്ല. ദ്രവിച്ചു തുടങ്ങിയ സിമന്റ് ബെഞ്ചിന്റെ ഒരറ്റത്ത് തളർന്നുപോയ ഒരു ശരീരവുമായി അവളിരുന്നു. അവളുടെ മടിയിൽ പിങ്ക് നിറമുള്ള തുണിയിൽ പൊതിഞ്ഞ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അനങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു. വരാന്തയിലൂടെ കടന്നുപോകുന്ന വക്കീലന്മാരും ഗുമസ്തന്മാരും കേസുകൾക്കായി വന്നവരും അവളെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടങ്ങളിലൊന്നും തന്നെ അനുകമ്പയുണ്ടായിരുന്നില്ല, മറിച്ച് വെറുപ്പും പരിഹാസവും അതിലേറെ കൗതുകവുമായിരുന്നു. അതാ നോക്ക്, അതാണാ സ്ത്രീ, പത്രത്തിൽ കണ്ടില്ലേ, മകന്റെ പ്രായമുള്ള ചെക്കനെ പ്രേമിച്ച് ഒടുവിൽ അവനെ. ആരോ അടക്കം പറയുന്നത് ചിത്രയുടെ കാതിൽ പതിഞ്ഞു. അതവളുടെ ഹൃദയത്തിലൊരു മുള്ളുപോലെ തറച്ചു. പക്ഷേ അവൾ തലയുയർത്തിയില്ല. അവളുടെ കണ്ണുകൾ ശൂന്യതയിലാണ് ഉടക്കി നിന്നത്. ആ വലിയ വരാന്തയിലെ തൂണുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഭൂതകാലത്തെ അവൾ കാണുകയായിരുന്നു. ഇന്നലെ വരെ കൊച്ചി നഗരത്തിലെ ആരും ബഹുമാനിക്കുന്ന ഒരു ബിസിനസ്സുകാരിയായിരുന്നു അവൾ. മുന്തിയ കാറിൽ വന്നിറങ്ങുന്ന, ജോലിക്കാർ ഭയഭക്തിയോടെ നോക്കുന്ന മാഡം. എന്നാൽ ഇന്ന് സ്വന്തം ഭർത്താവിന്റെ, അല്ല, സ്വന്തം മക്കളേക്കാൾ പ്രായം കുറഞ്ഞ 20 വയസ്സുകാരനായ കാമുകൻ ഭർത്താവിന്റെ ആത്മഹത്യയ്ക്ക് പ്രേരണ നൽകിയ പ്രതി ചിത്ര, ഭർത്താവ് പരേതനായ ശേഖർ. കോടതിയിലെ ഗുമസ്തൻ ഉച്ചത്തിൽ പേരു വിളിച്ചപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. മടിയിലെ കുഞ്ഞൊന്ന് കുറുകി. അവൾ മെല്ലെ എഴുന്നേറ്റു. കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വക്കീലിന്റെ കറുത്ത കോട്ടിനു പിന്നാലെ നടക്കുമ്പോൾ അവരുടെ മനസ്സ് നിയന്ത്രണമില്ലാതെ വർഷങ്ങൾക്കു പിന്നിലേക്ക് പാഞ്ഞുപോയി. എല്ലാം നഷ്ടപ്പെടുന്നതിന് മുൻപുള്ള അഭിമാനം മാത്രം കൈമുതലായുണ്ടായിരുന്ന ആ പഴയ കാലത്തിലേക്ക്. പാലക്കാട്ട് നെൽപ്പാടങ്ങളും കുളങ്ങളും നിറഞ്ഞ പച്ചപ്പാർന്ന ഒരു ഗ്രാമത്തിലായിരുന്നു ചിത്രയുടെ കുട്ടിക്കാലം. ഓടുമേഞ്ഞ ചെറിയ വീട്. ദാരിദ്ര്യം കരിനിഴൽ വീഴ്ത്തിയിരുന്നെങ്കിലും സമാധാനത്തിന് കുറവില്ലാതിരുന്ന കാലം. ആ ജീവിതത്തിലേക്ക് ഒരു വസന്തം പോലെയാണ് കൃഷ്ണൻ കടന്നുവന്നത്. അയൽപ്പക്കത്തെ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ. നോട്ടങ്ങളിലൂടെ തുടങ്ങിയ പ്രണയം അധികം വൈകാതെ വിവാഹത്തിൽ കലാശിച്ചു. വിവാഹശേഷം ജീവിതം കൂടുതൽ കടുപ്പമായി. ഗ്രാമത്തിലെ ചെറിയ പലചരക്കുകടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവർ പാടുപെട്ടു. അപ്പോഴാണ് കൃഷ്ണന്റെ മനസ്സിൽ കൊച്ചി എന്ന സ്വപ്നം മുളപൊട്ടിയത്. നമ്മൾ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, നമ്മുടെ മക്കൾക്കെങ്കിലും നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ടേ ചിത്രേ? ഇവിടെ നിന്നാൽ നമ്മൾ കരകരയില്ല. കൃഷ്ണന്റെ വാക്കുകളിൽ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി കയ്യിൽ കിട്ടിയതെല്ലാം പിറുക്കിക്കൂട്ടി അവർ കൊച്ചിയിലേക്ക് വണ്ടി കയറി. എന്നാൽ നഗരം അവരെ പൂമാലയിട്ട് സ്വീകരിച്ചില്ല. വാടക വീടുകൾ മാറി മാറി ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ പട്ടിണിയും പരിവട്ടവുമായി അവർ കഷ്ടപ്പെട്ടു. പല രാത്രികളിലും പച്ചവെള്ളം കുടിച്ച് വിശപ്പടക്കുമ്പോഴും കൃഷ്ണൻ ചിത്രയെ ചേർത്തുപിടിച്ചു പറയുമായിരുന്നു, എല്ലാം ശരിയാകും പെണ്ണേ. അവന്റെ വാക്കുകൾ വെറുതെയായില്ല. അവരുടെ കഠിനാധ്വാനം ഫലം കണ്ടു. ചെറിയ പലചരക്കുകട വളർന്ന് നഗരത്തിലെ തിരക്കുള്ള ഒരു സൂപ്പർമാർക്കറ്റായി. വാസുവും ശ്വേതയും ജനിച്ചതോടെ ആ കൊച്ചു കുടുംബം സ്വർഗമായി. നഗരമധ്യത്തിൽ പണ്ട് താൻ കൊതിയോടെ നോക്കി നിന്ന വീടുകളേക്കാൾ വലിയൊരു ഇരുനില വീട് കൃഷ്ണൻ പണിതു. സന്തോഷം മാത്രം നിറഞ്ഞ നാളുകൾ. വൈകുന്നേരങ്ങളിൽ കൃഷ്ണന്റെ തോളിൽ ചാരിയിരിക്കുമ്പോൾ ചിത്ര വിചാരിച്ചു, ഈ സന്തോഷം ഒരിക്കലും അവസാനിക്കില്ലെന്ന്. വിധി എപ്പോഴും ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന ഒരു ക്രൂരനായ വില്ലനെ പോലെയാണ്. ജീവിതം ഏറ്റവും മനോഹരമായി ഒഴുകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷത്തിലായിരിക്കും അത് ആഞ്ഞടിക്കുന്നത്. ഒരു ഞായറാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിൽ പോയി മടങ്ങുകയായിരുന്ന കൃഷ്ണന്റെയും അമ്മയുടെയും കാറിലേക്ക് എതിരെ വന്ന ലോറി ഇടിച്ചുകയറി. ഫോൺ ബെല്ലടിച്ചപ്പോൾ ചിത്രയ്ക്ക് എന്തോ ഒരു അശുഭലക്ഷണം തോന്നിയിരുന്നു. ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ വെള്ള പുതപ്പിച്ച 2 ശരീരങ്ങൾ കണ്ടപ്പോൾ അവൾ ബോധരഹിതയായി വീണു. ഒരേ ദിവസം ഒരേ സമയം ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും അവൾക്ക് നഷ്ടമായി. ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ ചിത്ര കരഞ്ഞില്ല. അവളുടെ കണ്ണീർ വറ്റിപ്പോയിരുന്നു. പക്ഷേ അവൾക്ക് തളരാൻ അവകാശമില്ലായിരുന്നു. 2 മക്കൾ, വാസു, ശ്വേത. അവർക്കു വേണ്ടി അവൾ എഴുന്നേറ്റ് നിന്നു. കൃഷ്ണൻ ബാക്കിവച്ച ബിസിനസ് സാമ്രാജ്യം അവൾ ഏറ്റെടുത്തു.
ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് കർക്കശിയായ ബിസിനസ്സുകാരിയിലേക്കുള്ള മാറ്റം പെട്ടെന്നായിരുന്നു. പകൽ മുഴുവൻ കടയിലെ തിരക്കുകൾ, കണക്കുകൾ, തർക്കങ്ങൾ. രാത്രിയിൽ മക്കളുടെ പഠനം, അവരുടെ കാര്യങ്ങൾ. ഇതിനിടയിൽ സ്വന്തം ഏകാന്തതയെ അവൾ ബോധപൂർവം മറക്കാൻ ശ്രമിച്ചു. കൃഷ്ണന്റെ ഓർമ്മകൾ വരുമ്പോൾ അവൾ ജോലികളിൽ കൂടുതൽ മുഴുകി. കാലം അതിവേഗം കടന്നുപോയി. വാസു എഞ്ചിനീയറായി വിദേശത്ത് വലിയ ശമ്പളമുള്ള ജോലി കിട്ടിപ്പോയി. ശ്വേതയുടെ വിവാഹം കഴിഞ്ഞ് അവളും ഭർത്താവിനൊപ്പം ബാംഗ്ലൂരിലേക്ക് ചേക്കേറി. മക്കൾ അവരുടെ ജീവിതത്തിന്റെ വിജയങ്ങളിലേക്ക് പറന്നുയർന്നപ്പോൾ ചിത്ര ആ വലിയ വീട്ടിൽ നിശബ്ദതയുടെ തടവറയിൽ തനിച്ചായി. മക്കൾ പോയതോടെ ആ വലിയ ഇരുനില വീട് ഒരു രാക്ഷസനെപ്പോലെ ചിത്രയെ വിഴുങ്ങാൻ തുടങ്ങി. ഓരോ മുറിയിലും മൗനം തളംകെട്ടി നിന്നു. ചുമരുകളിൽ തൂക്കിയിട്ട ഫോട്ടോകളിൽ നിന്ന് കൃഷ്ണൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരി അവളെ കൂടുതൽ വേദനിപ്പിച്ചു. രാത്രികളിൽ ഭയം തോന്നി തുടങ്ങിയപ്പോൾ അവൾ വിദേശത്തുള്ള മകനെ വിളിച്ചു. മോനെ, അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്, പേടിയാവുന്നു, അമ്മയും അങ്ങോട്ട് വരട്ടെ. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. പക്ഷെ മറുപടി നിരാശാജനകമായിരുന്നു. അമ്മേ, ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ബുദ്ധിമുട്ടാണ്. വിസയുടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അമ്മയ്ക്ക് അവിടെ ബിസിനസ്സില്ലേ? അതാര് നോക്കും? അമ്മ അത് നോക്കി നടത്ത്. ഞാൻ അമ്മയ്ക്ക് ചിലവിനു വേണ്ടത്ര കാശ് അയക്കാം. കാശ്. അതായിരുന്നു എല്ലാവർക്കും വേണ്ടിയിരുന്നത്. ആരും സ്നേഹം ചോദിച്ചില്ല, കൊടുത്തുമില്ല. ശ്വേതയെ വിളിച്ചപ്പോഴും തിരക്കുകൾ മാത്രമായിരുന്നു മറുപടി. ഈ സമയത്താണ് സ്മാർട്ട് ഫോൺ ചിത്രയുടെ ജീവിതത്തിലെ ഏക ആശ്രയമാകുന്നത്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും അവൾ സമയം കൊല്ലാൻ തുടങ്ങി. നേരിൽ കാണാത്ത, ഒരിക്കലും കാണാത്ത മനുഷ്യരുടെ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ പോലും അവൾക്ക് വലിയ ആശ്വാസമായി. പതുക്കെ പതുക്കെ സോഷ്യൽ മീഡിയയിലെ കെണികളിലേക്കും അശ്ലീലത കലർന്ന തമാശകളുടെ ലോകത്തേക്കും അവളുടെ മനസ്സ് വഴുതി വീണാൻ തുടങ്ങി. ധാർമ്മികതയുടെ അതിർവരമ്പുകൾ മായുന്നത് അവൾ അറിഞ്ഞില്ല. ഏകാന്തത സഹിക്കാൻ വയ്യാതെയാണ് വീടിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കാൻ ചിത്ര തീരുമാനിച്ചത്. ആരുമില്ലാത്ത വീട്ടിൽ ഒരു മനുഷ്യന്റെ സാന്നിധ്യം അവൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ശേഖർ ആ വീട്ടിലേക്ക് വരുന്നത്. അടുത്തുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന 20 വയസ്സുകാരനായ, കാണാൻ സുന്ദരനായ യുവാവ്. തുടക്കത്തിൽ അതൊരു സാധാരണ വാടകക്കാരനും വീട്ടുടമസ്ഥയും തമ്മിലുള്ള ബന്ധം മാത്രമായിരുന്നു. എന്നാൽ ചിത്രയുടെ കൊടുമേകാന്തതയിലേക്ക് അവനൊരു കുളിർക്കാറ്റുപോലെ വീശി. അവൻ കോളേജ് വിട്ടുവന്നാൽ അവൾ ചായ ഉണ്ടാക്കി നൽകി. അവനൊപ്പം ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ തമാശകൾ അവളെ ചിരിപ്പിച്ചു. അവർ ഒരുമിച്ച് ഹാളിലിരുന്ന് സീരിയലുകൾ കാണാൻ തുടങ്ങി. ചേച്ചി ഉണ്ടാക്കുന്ന മീൻകറിക്ക് എന്റെ അമ്മയുണ്ടാക്കുന്ന അതേ രുചിയാണ് എന്ന അവന്റെ വാക്കുകൾ ചിത്രയിൽ മാതൃവാത്സല്യമായിരുന്നു ആദ്യമുണർത്തിയത്. സ്വന്തം മകൻ ദൂരെയാണെന്ന ദുഃഖം അവനെ ഓട്ടുമ്പോൾ അവൾ മറന്നു. പക്ഷേ ഡിജിറ്റൽ ലോകത്ത് കണ്ടും കേട്ടും ശീലിച്ച വികൃതമായ ചിന്തകൾ ആ സ്നേഹത്തെ വഴിതിരിച്ചുവിട്ടു. ഒരു മഴയുള്ള വൈകുന്നേരം ഇടിവെട്ടിയപ്പോൾ പേടിച്ച് സോഫയിൽ തനിക്കരികിലേക്ക് ചേർന്നിരുന്ന ശേഖരിന്റെ സ്പർശനം ചിത്രയിൽ മാതൃത്വമല്ല ഉണർത്തിയത്, ഉറങ്ങിക്കിടന്നിരുന്ന പെൺമനസ്സിലെ മോഹങ്ങളായിരുന്നു. അവന്റെ സാമീപ്യം, അവന്റെ ശരീരത്തിന്റെ ഗന്ധം അവൾ ആഗ്രഹിക്കാൻ തുടങ്ങി. ചിത്ര അടിമുടി മാറുകയായിരുന്നു. 50-ാം വയസ്സിൽ നരച്ച മുടി കറുപ്പിച്ചു. സാധാരണ സാരികൾ മാറി ചുരിദാറുകളും കടും നിറമുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ തുടങ്ങി. ബ്യൂട്ടി പാർലറുകളിൽ മണിക്കൂറുകൾ ചിലവഴിച്ചു. ഇതെല്ലാം ശേഖരിനു വേണ്ടിയാണെന്ന് അവൾക്ക് മാത്രം അറിയാമായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ സ്വന്തം രൂപത്തെ നോക്കി ചിരിച്ചു. പ്രായം കുറഞ്ഞതായി അവൾക്ക് തോന്നി. ശേഖർ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്നു. പണത്തിന് അത്യാവശ്യമുള്ളവൻ. ചിത്രയുടെ പണവും സൗകര്യങ്ങളും അവനെ മയക്കി. അവൾ അവനെ ലേറ്റസ്റ്റ് ഐഫോൺ വാങ്ങി നൽകി. വില കൂടിയ ബൈക്ക് സമ്മാനിച്ചു. പോക്കറ്റ് മണി എന്ന പേരിൽ 1000 നൽകി. പതുക്കെ അവൻ അവൾക്ക് വഴങ്ങി. അതൊരു പ്രണയമായിരുന്നില്ല, മറിച്ച് പരസ്പരമുള്ള ആവശ്യങ്ങളുടെ വികൃതമായ പൂർത്തീകരണമായിരുന്നു. അവൾക്ക് യൗവനത്തിന്റെ ചൂട്, അവന് പണത്തിന്റെ സുഖം. അടുക്കളയിലും സ്വീകരണമുറിയിലും അവർ അതിരുകൾ ലംഘിച്ചു. പ്രായത്തിന്റെ വലിയ അന്തരം അവർ സൗകര്യപൂർവ്വം മറന്നു. അരുതാത്തത് ചെയ്യുന്നു എന്ന കുറ്റബോധത്തേക്കാൾ കിട്ടുന്ന സുഖത്തിനായിരുന്നു അവിടെ മുൻഗണന. അതൊരു ശീലമായി മാറി. ശേഖർ അവളുടെ കിടപ്പുമുറിയിലെ സ്ഥിരം സന്ദർശകനായി. രഹസ്യങ്ങൾ അധികകാലം പൂട്ടിവെക്കാൻ കഴിയില്ലല്ലോ. അയൽപ്പക്കത്തെ അടക്കം പറച്ചിലുകൾ കടല് കടന്ന് മകൻ വാസുവിന്റെ ചെവിയിലുമെത്തി. അവൻ ഉടൻ തന്നെ നാട്ടിലെത്തി. വിവരമറിഞ്ഞ് ശ്വേതയും ഭർത്താവുമെത്തി. ആ വീട്ടിൽ അന്നുവരെ കേൾക്കാത്ത ഒച്ചപ്പാടും ബഹളവും നടന്നു. അമ്മയ്ക്ക് നാണമില്ലേ? എന്റെ പ്രായമുള്ള ഒരുത്തന്റെ കൂടെ അമ്മ എന്തു വിചാരിച്ചാണ്? വാസുവിന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ അമ്മയ്ക്കു വേണ്ടി കരഞ്ഞ എന്നെ തന്നെ വേണം തല്ലാൻ. ശ്വേത പൊട്ടിക്കരഞ്ഞു. പക്ഷെ ചിത്ര ഒട്ടും കുലുങ്ങിയില്ല. അപമാനഭാരത്താൽ തല കുനിക്കുന്നതിനു പകരം അവൾ തലയുയർത്തി നിന്നു. എന്റെ ജീവിതം ഞാൻ ത്യജിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്.
എന്റെ യൗവനം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹോമിച്ചു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ആരും വന്നില്ല. ഇനി എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അവളുടെ ശബ്ദത്തിൽ താൻ ചെയ്യുന്നത് ശരിയാണെന്ന വാശിയായിരുന്നു. അവളുടെ ഉറച്ച തീരുമാനത്തിനു മുൻപിൽ മക്കൾ തോറ്റു പിന്മാറി. ഇനി ഞങ്ങൾക്കൊരമ്മയില്ല, നിങ്ങൾ മരിച്ചു എന്നു പറഞ്ഞവർ പടിയിറങ്ങി. ഗേറ്റ് അടയുന്ന ശബ്ദം കേട്ടിട്ടും ചിത്ര അനങ്ങിയില്ല. അതോടെ ചിത്ര പൂർണ്ണമായും ശേഖറിന്റേതായി. അല്ലെങ്കിൽ അങ്ങനെ അവൾ വിശ്വസിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. 50-ാം വയസ്സിലെ ആ ശാരീരിക അസ്വസ്ഥതകൾ ആർത്തവവിരാമത്തിന്റെ ലക്ഷണങ്ങളാണെന്നാണ് ചിത്ര കരുതിയത്. എന്നാൽ ഡോക്ടറുടെ പരിശോധനാഫലം കേട്ട് അവൾ ഞെട്ടി. അവൾ ഗർഭിണിയാണ്. ആ പ്രായത്തിലുള്ള ഗർഭധാരണം ഒരത്ഭുതവും അതേസമയം വലിയൊരു പ്രതിസന്ധിയുമായിരുന്നു. ഈ വിവരമറിഞ്ഞതോടെ ശേഖർ ആകെ ഭയന്നുപോയി. അവൻ വെറുമൊരു 20-കാരനായിരുന്നു. അച്ഛനാകാനോ ഒരു കുടുംബം നോക്കാനോ ഉള്ള പക്വത അവനില്ലായിരുന്നു. എനിക്ക് പറ്റില്ല, എന്നെ ഒഴിവാക്കണം, എന്റെ ജീവിതം പോകും, അവൻ അവളുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു. അവൻ രാത്രിയിൽ നാടുവിട്ടു പോകാൻ ശ്രമിച്ചു. പക്ഷെ ചിത്ര അവനെ വിടാൻ തയ്യാറായിരുന്നില്ല. തന്റെ കുഞ്ഞിന്റെ അച്ഛൻ അവനാണ്. അവൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. തങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും അവൾ പോലീസിന് തെളിവായി നൽകി. പീഡനക്കേസ്, പോക്സോ, പ്രായം നോക്കുമ്പോൾ ബാധകമല്ലെങ്കിലും ഭീഷണി തുടങ്ങിയ നിയമക്കുരുക്കുകൾ വരുമെന്ന് ഭയന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നാട്ടുകാരുടെ കൂവലുകൾക്കിടയിൽ ശേഖർ ചിത്രയുടെ കഴുത്തിൽ താലി ചാർത്തി. അവന്റെ കണ്ണുകളിൽ ചിത്രയോടുള്ള സ്നേഹമായിരുന്നില്ല, മറിച്ച് തീരാത്ത പകയായിരുന്നു ജ്വലിച്ചിരുന്നത്. വിവാഹത്തിനു ശേഷം ആ വീട് നരകമായി മാറി. താൻ സ്നേഹിച്ച തന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതിയ ശേഖർ ഒരു മൃഗത്തെപ്പോലെ പെരുമാറാൻ തുടങ്ങി. അവൻ ചിത്രയെ വെറുത്തു. കോളേജിൽ പോകുന്നത് നിർത്തി. പകരം അവൻ മദ്യപിക്കാൻ തുടങ്ങി. ചിത്രയുടെ പണം ധൂർത്തടിച്ചു. ഗർഭിണിയായ ചിത്രയെ അവൻ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു. നീ കാരണമാണ് എന്റെ ജീവിതം നശിച്ചത്, തള്ളെ എന്നു വിളികൾ മാത്രം കേട്ടു. ഇതിനിടയിലാണ് ശേഖർ സ്നേഹിച്ചിരുന്ന അവന്റെ പ്രായത്തിലുള്ള പഴയ കാമുകിയുടെ വിവാഹം നിശ്ചയിച്ചത്. അതവനെ വല്ലാതെ ഉലച്ചു. താൻ പെട്ടുപോയ കെണിയെക്കുടി ചോർത്ത് അവൻ നേറിപ്പുകഞ്ഞു. പുറത്തിറങ്ങിയാൽ കൂട്ടുകാരുടെ പരിഹാസം, വീട്ടിൽ വെറുക്കപ്പെട്ട ഭാര്യ, അവന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ഒടുവിൽ ഒരു കറുത്ത രാത്രി അവൻ തീരുമാനമെടുത്തു. മൊബൈൽ ഫോൺ ക്യാമറ ഓൺ ചെയ്ത് മദ്യലഹരിയിൽ അവൻ പറഞ്ഞു, എന്റെ മരണത്തിന് കാരണം ചിത്രയാണ്, എന്നെ കുടുക്കിയതാണ്, എനിക്ക് മടുത്തു. അവൻ ആ വലിയ വീടിന്റെ ബെഡ്റൂമിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി. രാവിലെ ചായയുമായി വന്ന ചിത്ര കണ്ടത് കാറ്റിലാടുന്ന തന്റെ ഭർത്താവിന്റെ വിറങ്ങല്ല ശരീരം. ശേഖറിന്റെ ആത്മഹത്യയും മൊബൈലിലെ മരണമൊഴിയും ചിത്രയെ പ്രതിക്കൂട്ടിലാക്കി. മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു. കൗമാരക്കാരനെ ചതിച്ച കാമുകി, ഭർത്താവിനെ കൊന്ന ഭാര്യ എന്നിങ്ങനെ തലക്കെട്ടുകൾ നിറഞ്ഞു. ഗർഭിണിയായതിനാൽ ജാമ്യം ലഭിച്ചെങ്കിലും സമൂഹം അവളെ വിചാരണ ചെയ്തു കഴിഞ്ഞിരുന്നു. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. വിചാരണ കാലയളവിൽ സർക്കാർ ആശുപത്രിയിലെ ലേബർ റൂമിൽ വെച്ച് അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കൃഷ്ണന്റെ മുഖഛായയുള്ള, ശേഖരിന്റെ നിറമുള്ള കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിനെ കയ്യിലെടുക്കാൻ പോലും ആരും വന്നില്ല. മക്കൾ അവളെ കാണാൻ കൂട്ടാക്കിയില്ല. ബന്ധുക്കൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ കോടതി വരാന്തയിൽ നിൽക്കുമ്പോൾ കൈകുഞ്ഞു വിശന്ന് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതമായി മാറി. ഒരു നിമിഷത്തെ ആഗ്രഹത്തിനും വാശിക്കും വേണ്ടി താൻ ബലി കഴിച്ചത് സ്വന്തം ജീവിതം മാത്രമല്ല, ഒരു 20-കാരന്റെ ഭാവിയും സ്വന്തം മക്കളുടെ അഭിമാനവും ഒന്നുമറിയാത്ത ഈ പിഞ്ചു കുഞ്ഞിന്റെ ഭാവിയും. ചിത്ര, വക്കീൽ ഉറക്കെ വിളിച്ചു. അവൾ ഞെട്ടിയെഴുന്നേറ്റു. കുഞ്ഞിനെ മാറോടക്കി പിടിച്ച് അവൾ കോടതി മുറിയിലേക്ക് നടന്നു. ന്യായാധിപനുടെ വിധി വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ അവൾ എന്നേ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ഏകാന്തതയുടെ തടവറയായിരുന്നു അവൾക്കുള്ള ശിക്ഷ.